ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. അപ്പോൾ ഇന്നൊരു കുട്ടി വിഷു വ്ലോഗാണ്. അപ്പോൾ രാവിലെ തന്നെ കണിയെല്ലാം ഒരുക്കി വെച്ചത് കാണാൻ വേണ്ടി ഉറക്കത്തിൽ നിന്ന് എഴുതി വരുവാണ് ഞാൻ. അങ്ങനെ കണിയെല്ലാം കണ്ട് തൊഴുത് നിൽക്കുവാണ്. അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായി വന്നു. വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെ തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോകുന്നത്, അരുവിക്കര ശിവക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്, റൂബി. അപ്പം അമ്പലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ആളും കൂടെ കാറിൽ കയറും. അപ്പോൾ കാറിൽ ആൾ വെയിറ്റ് ചെയ്തോളൂ നമ്മൾ വരുന്നവരെ. അങ്ങനെ നല്ല ശാന്തമായിട്ട് തൊഴുതു, കാരണം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അടുത്ത് നമ്മൾ പോകുന്നത് അരുവിക്കര ഡാമിലോട്ടാണ്. ഡാമിലൊരു ഭഗവതി ക്ഷേത്രമുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ വലിയ തിരക്കുണ്ട്, പക്ഷെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അവിടെ നല്ല സമാധാനത്തോടെ തൊഴുതു. അവിടുന്ന് നമുക്ക് കൈനീട്ടം കിട്ടിയായിരുന്നു. എല്ലാവർക്കും 1 രൂപ വെച്ച് കൈനീട്ടം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം തൊഴുതു. പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ സൈഡിലോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഞങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി പുട്ടും കടലയും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഞങ്ങൾ വന്നു നല്ല സ്വാദോടെ നമ്മൾ കഴിക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയൊക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ പരസ്പരം കഴിക്കുവാണ്. പിന്നെ ഞങ്ങൾക്ക് അടുത്തൊരു പ്ലാനുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾക്ക് അനിയത്തിയുടെ വീട്ടിലോട്ട് പോകണമെന്ന് ഒരു പ്ലാനുണ്ട്. കാരണം ഓൾറെഡി ആൾ അനിയത്തിയുടെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി വാങ്ങിച്ചു. അങ്ങനെ ആൾക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന ആൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആളെ വിളിച്ചെടുത്തി ആൾ വന്നു. പിന്നെ ആൾ തന്നെ നമുക്ക് പായസമൊക്കെ കൊണ്ടുവന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞങ്ങളെ യുവി മോളെ കാണാൻ പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാം വീടിന് അടുത്തടുത്ത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പോയിട്ട് വരാനും പെട്ടെന്ന് തന്നെ പോകാനും ഒക്കെ പോയി കാണാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ യുവി മോളെ കാണാൻ പോയി. ആൾ എല്ലാവരെയും കണ്ടപ്പോഴും അസ് യൂഷ്വൽ ചിരിയും കളിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ വിഷുവായിട്ട് എൻ്റെ വീട്ടിലും അനിയത്തിയുടെ വീട്ടിലും പോയി എല്ലാവരെയും കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.